ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫോട്ടോഷൂട്ടാണ്. ആദ്യം തന്നെ കാണാൻ പോകുന്നത് ഏതായാലും ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തപ്പോൾ എന്തായാലും നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പം ഇതൊരു ഷർട്ടും അതേപോലെ തന്നെ സ്കേർട്ടും ആണ് വരുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ പാറ്റേൺ ആണ് ഈ ഷർട്ടിൻ്റെത്. അപ്പോൾ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയപ്പം എന്തായാലും നിങ്ങൾക്ക് കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടിപൊളി കംഫർട്ടാണ്, ലൂസ് ഫിറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചപ്പാത്തിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അയച്ചെടുക്കണമേ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഞാനിവിടെ നമ്മുടെ ചപ്പാത്തി മാവ് പരത്തി അയച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മാവ് ഒന്ന് ഉരുളകളൂടി ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പം നമ്മുടെ പരിപാടി ഒതുക്കണം. ഇന്ന് തയ്ക്കാനൊക്കെ കുറച്ച് കയറാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ അടുക്കള ജോലികളൊക്കെ ഒതുക്കിയിട്ട് വേണം നമുക്ക് തയ്ക്കാനായിട്ട് പോകാൻ. പിന്നെ അത് തന്നെയല്ല, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം നമുക്ക് മോന് സ്കൂളിലൊന്നും പോകണ്ട. പക്ഷേ ഇന്ന് മദ്രസയുള്ള ദിവസമാണ്. അപ്പോൾ അവനെ ഇനി മദ്രസയിലൊക്കെ കൊണ്ടാക്കണം. അപ്പോൾ അതൊക്കെ ഒരു ജോലിയാണ് നമുക്ക്. രാവിലത്തേക്ക് ഇനി ഈ ഒരു മുട്ടക്കറി കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലത്തെ ജോലിയൊക്കെ നമുക്ക് കഴിയും. അതിനുള്ള സവാളയൊക്കെയാണ് ഞാൻ ഈ അരിഞ്ഞെടുക്കുന്നത്. പൊട്ടിച്ച് വെച്ചിരുന്ന വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതുകൂടി ഒന്ന് പാക്കറ്റ് പൊട്ടിച്ചിട്ടൊന്ന് ഒഴിച്ചെടുക്കാവേ. അപ്പം ഞാനൊരു വലിയ കുപ്പിയിലേക്കാണ് ഇത് ഒഴിച്ച് വയ്ക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ചെറിയ ബോട്ടിലും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുവേ. കുറച്ച് ഒഴിച്ച് വെക്കും, കാരണം അല്ലെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് ഒഴിക്കുമ്പോൾ കൂടുതൽ വീണാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ ഒരു കൊച്ചൊരു ബോട്ടിലൂടെ നമ്മൾ ഒഴിച്ച് വയ്ക്കുവേ. അപ്പം അതിനിടയ്ക്ക് കുടിക്കുക കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുവാണ്. അപ്പം പുള്ളിക്കാരൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുവാണേ. അപ്പോൾ ഇതിനി നമുക്ക് അങ്ങ് അടച്ചു വെച്ചേക്കാം. അപ്പോൾ ഞാൻ അടുപ്പിൽ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിതാ ചപ്പാത്തി പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ നമ്മുടെ വലിയ ആ പലക എടുത്തിട്ടില്ല. അതിന് പകരം ഒരു പ്ലേറ്റ് കമത്തിയിട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ വെച്ച് പരത്തിയെടുക്കുന്നത്. അങ്ങനെ വല്ല ചാലും പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മൾ ചുട്ടുകൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഇനിയിപ്പം നമ്മുടെ അരി ഒന്നും കൂടി തിളച്ച് വന്നിട്ടുണ്ട്. അതും നമ്മൾ റൈസ് കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തിയൊക്കെ മോന് കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ചട്ടികളൊക്കെ ഞാൻ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ അത്യാവശ്യം അടുക്കളക്കകത്തുള്ള ആ ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിയും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടി 2 ഏത്തപ്പഴം അവിടെ ഇരുന്നത് ഞാൻ അതുകൂടി ഒന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചീത്തയായി പോകും, അതുകൊണ്ടാണ് എടുത്താൽ കഴിച്ചേക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ മത്തിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ അരപ്പ് പുരട്ടി ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ പൊരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ കറി കൂടി ഒന്ന് വെച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ മത്തി മുളക് കറിയാണ് വെക്കാൻ പോണത്. അപ്പോൾ എല്ലാ ദിവസവും മിക്കവാറും ഇവിടുത്തെ മെനു ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് കടയിലെ ഫുഡിനെക്കാട്ടിലും ഇവിടെ ഇക്കായ്ക്ക് ഇഷ്ടം പുറത്ത് ഈ ഫുഡുകളെക്കാട്ടിലും ഇഷ്ടം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാ നോർമൽ മീൻകറിയും അങ്ങനത്തെ തോരനും പൊരിച്ച മീനും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഏകദേശം ഇത്രയും കറികളൊക്കെ ഇവിടെ കാണും. പിന്നെ നമ്മൾ താളിച്ച ഐറ്റത്തിനകത്തേക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ അല്പം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മീൻ കൂടി ഒന്ന് പറക്കിയിട്ടാൽ ഇതൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് അടുപ്പിലിരുന്ന് സെറ്റാകുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് തേങ്ങ അരച്ച ഒരു കറി കൂടി ഇന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കൊഞ്ചും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മളിന്ന് തേങ്ങ അരച്ച് കറി വയ്ക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കൊഞ്ചും അതുപോലെ തന്നെ വാഴയ്ക്കായും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വേവിക്കാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ. അതിനിടയ്ക്ക് നമ്മൾ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് നമ്മളിപ്പോൾ അരി വേവിച്ച് വയ്ക്കുവാണ് റൈസ് കുക്കറിലേക്ക്. അപ്പോൾ വാഴയ്ക്ക് ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അതുകൂടി ഒന്ന് വെന്ത് വരുമ്പം നമുക്കിനി ആ ഒരു അരപ്പ് കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാക്കറി ഇവിടെ ശരിയാവുമേ. അപ്പോൾ ഞാൻ ആ ഒരു എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. പച്ചമുളകും അതുപോലെ നമ്മുടെ പുളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ മോനെ വിളിക്കാൻ പോകുന്ന സമയമായിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ അവനെ പോയി വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. അതാണ് ആ ഒരു പറുദാടെ കൈകൾ നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ താളിച്ചു കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഒരു 100 വട്ടം ടെസ്റ്റ് ചെയ്യും.
അതൊക്കെ കറക്റ്റായോ എന്ന്. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഇച്ചിരി ബീട്രൂട്ടും മെഴുക്ക് പുരട്ടുന്നുണ്ട്. അതിനുവേണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇച്ചിരി വലിയ കഷ്ണമായിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഈ ചോപ്പറിനകത്തോട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണേ. അതിനിടയ്ക്കൂടെ മോൻ അവൻ്റെ കാറുമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ബാറ്ററി ഒന്ന് റെഡിയാക്കി നമ്മൾ ചാർജ് ചെയ്യാനിടണം. അതെന്നെ ഏൽപ്പിച്ചിട്ടാണ് ആളിരിക്കുന്നത്. അപ്പം അതും ഒന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് സ്ക്രൂ ഒക്കെ അഴിച്ചിട്ട് അതിനകത്ത് എടുത്തൊന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കറി അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളതങ്ങ് വാങ്ങി വെളിയിലോട്ട് വെക്കുന്നുണ്ട്, താഴേക്ക് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മീൻ പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ട് ഇനി അതും കൂടി പൊരിച്ച് വെക്കണം. പിന്നെ ആ ഒരു പാനിനകത്തോട്ടാണ് ഇനി നമ്മൾ ആ ഒരു മെഴുക്ക് പുരട്ടി വെക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് കടുക് പൊട്ടിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഞാൻ എടുത്തിട്ടുണ്ട്, ചോപ്പർ. ഇനി അതിലേക്ക് നമ്മുടെ ഈ ബീട്രൂട്ട് വലുതായിട്ട് അരിഞ്ഞു വെച്ചതൊന്ന് ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഞുറുങ്ങി കിട്ടുന്നുണ്ട് അതെ. അപ്പോൾ ഇനി അതും കൂടി നമുക്കവിടെ റെഡിയാക്കി എടുത്താൽ ഇന്നത്തെ നമ്മുടെ കിച്ചൻ്റെ പരിപാടികൾ കഴിയും. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീടിനകം തൂക്കണം. പിന്നെ അതുപോലെ തന്നെ ഇന്നും നമ്മുടെ സിറ്റ് ഔട്ടിൽ പട്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ വൃത്തിയാക്കണം, അവിടെയൊക്കെ ഒന്ന് കഴുകി ഇറക്കണമേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ കൂടി ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഓരോന്നായിട്ട് റെഡിയായി വരുന്നുണ്ട്. മീൻ പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കും ഉണ്ടോ ഈ ഒരു അസുഖം? ഇതിൻ്റെ ഇടയ്ക്ക് കൂടി കൈയിട്ട് അവിടെ എല്ലാം തുടയ്ക്കുന്ന ഒരു അസുഖം എനിക്കുണ്ട്. ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നമ്മുടെ മീൻ പൊരിക്കുമ്പം പൊട്ടിത്തെറിച്ച് താഴേക്കൊക്കെ വീഴുമല്ലോ, അതിങ്ങനെ തീ ഇരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഇടയ്ക്കൂടെ ഞാനിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുവേ. അപ്പോൾ അത് അടുത്ത ട്രിപ്പ് നമ്മൾ കൊഞ്ച് പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതൊരു ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബീട്രൂട്ടും നമ്മൾ ശരിയായി വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കൊഞ്ചിനകത്തേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി കൂടി ചതച്ചിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു ടേസ്റ്റ് ഒന്ന് നന്നാവുമല്ലോ, അപ്പോൾ അതിന് ഞാൻ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ തൂക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. വലിയ അഴുക്കൊന്നും ഇല്ല. അപ്പം ആ ഉള്ള ഇതിൽ പെട്ടെന്ന് തൂത്ത് ജോലി ഒതുക്കുവാണ്. ഇതൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് അടുത്ത ജോലിക്കായിട്ട് കയറാൻ. ഇന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അർജൻറ്റായിട്ട് കുറച്ച് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഈ ജോലികളൊക്കെ ഒതുങ്ങിയിട്ട് വേണം നമുക്ക് മുകളിലേക്ക് തയ്ക്കാനായിട്ട് പോകാൻ. അപ്പോൾ നമ്മുടെ തൂക്കൽ പരിപാടികൾ കഴിഞ്ഞ് ഇനി ഞാൻ ഈ വൈപ്പർ കൊണ്ട് ഇനി ഇവിടെ എല്ലാം ഒന്ന് വൈപ്പ് ചെയ്ത് വിടുവാണ്. വെള്ളം നമ്മൾ ഒഴിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവിടെ അത് കിടന്നുടങ്ങിക്കോളും തന്നെ കേട്ടോ. പിന്നെ നമുക്ക് കുറേ വെട്ടിക്കണ്ടിക്കാനുണ്ടായിരുന്നു മെറ്റീരിയലുകളൊക്കെ. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ